കേരളത്തിൻ്റെ പൊതുകടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2021-22 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 3,57,000 കോടിയാണ്. 3,57,391 കോടിയാണെങ്കിൽ ഇന്നത് 6 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. വലിയൊരു ഗ്രോത്ത് അല്ലേ? വലിയ ഗ്രോത്ത്. അതായത് ഏതാണ്ട് ഇരട്ടിയോളം, അത് ഇരട്ടി എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഏതാണ്ട് ഇരട്ടിയോളം അത്രയും അടുത്ത് 6 ലക്ഷത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേറെ വർധന ഈ ചെറിയ കാലയളവിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് കൂടി വഴി കാണിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, വളരെ ഇടുങ്ങിയ ഒരു വരുമാന മാർഗമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ചെലവ് വളരെയധികമുണ്ട് താനും. അപ്പോൾ ഇതിപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ്. കെ.എൻ. ബാലഗോപാൽ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ കേരളം ഈ കടം കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണാം. അതെ, ഏതാണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് 15,000 കോടിയാണ്. വെറും 15,000 കോടി. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും എന്ന് പറയേണ്ടി വരും. ഇത് ഈ 4 മാസത്തിനിടയിലാണ് ഈ 15,000 കോടി എടുത്തിട്ടുള്ളത്. അതായത് ഏപ്രിൽ മാസം 3,000 കോടി എടുത്തു, അത് കഴിഞ്ഞ് മെയ്യിൽ 4,000 കോടി എടുത്തു, ജൂണിൽ 5,000 കോടി, ജൂലൈയിൽ 3,000 കോടി. ഒന്ന് ആലോചിച്ച് നോക്കുക. അടുപ്പിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഷോർട്ട് ടൈമിലാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത് എവിടെ കൊള്ളിക്കുന്നു, എവിടെ വകയിരുത്തുന്നു എന്നുള്ളതിന് കൃത്യമായ ഒരു കണക്കൊന്നും ഒരിക്കലും സഭയിൽ പറഞ്ഞ് കേട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ 22-ന് 1,000 കോടി എടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടി കൂട്ടിയാണ് ഈ 4 മാസം കൊണ്ട് 15,000 കോടി. അതായത് ഇന്നിപ്പോൾ 21-ാം തീയതി, നാളത്തേക്ക് 1,000 കോടി കൂടി ഖജനാവിലേക്ക് വരുന്നുണ്ട്. ഇതും കൂടി കൂട്ടിയാണ് കടമെടുത്ത പൈസ. അപ്പൊ ഇതും കൂടി കൂട്ടിയിട്ടാണ് ഈ 15,000 കോടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2025-26 സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പാണ്. അപ്പൊ വികസനങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുമുള്ള വികസനം ഞാൻ കാണുന്നില്ല. പ്രിയൻ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് നമുക്ക് നോക്കാം. എന്തായാലും വികസന പ്രവർത്തനങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ശമ്പളവും പെൻഷനുമാണ് പ്രധാനമായിട്ടും. ഈ പെൻഷൻ മുടങ്ങിക്കിടന്നതെല്ലാം കൊടുത്തു തീർക്കാനുള്ള ഒരു വ്യഗ്രത തിരഞ്ഞെടുപ്പ് ആകാറാവുമ്പോഴേക്കും ഒരു അതെ, അത് കഴിയുമ്പോൾ നിയമസഭ കൂടി വരുന്നു. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുടങ്ങിക്കിടന്നിരുന്ന പെൻഷനൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് മുടക്കമില്ലാതെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിൽ അച്ഛനാണെങ്കിലും പെൻഷൻ കൃത്യമായിട്ട് കൊണ്ടുവന്നെത്തുന്നത്. മറ്റേത് ഒരു എന്താ പറയാ, ഒരു ലെവലില്ലാത്ത രീതിയിൽ മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മുടക്കൊക്കെയാണ് ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രം 15,000 കോടി എന്നുള്ളതാണ്. അപ്പോഴും വികസനം എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഈ ഡിസംബർ വരെ 29,529 കോടി കടമെടുക്കാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതാണ് എടുക്കാനുള്ള ഒരു ത്വര കൂടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് 15,000 കോടി എടുത്തതോടുകൂടി ഇനി ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ആകെ 14,529 കോടിയാണ്. അത്രയും കൂടി മാത്രമേ ഉള്ളൂ. ജൂലൈയിൽ ഇനിയും 2,000 കോടി കൂടി എടുക്കുമെന്നാണ് അറിയുന്നത്. അതായത് നാളെ എടുക്കുന്ന 1,000 കോടിക്ക് പുറമെ ഈ മാസം തന്നെ 2,000 കോടി കൂടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ. ഈ ഓഗസ്റ്റ് 1 മുതൽ ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2,000 കോടി കൂടി എടുക്കുന്നത്. പിന്നെ അവശേഷിക്കുന്നത് എത്രയാണ്? 12,529 കോടി മാത്രം. ഇത് കഴിയുമ്പോൾ എന്ത് സ്വാഭാവികമായും പറ്റും? ഇവിടെ ഇരുന്ന് പഞ്ഞം പാടും, വയറ്റത്തടിച്ച് പാടും. കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല. കേന്ദ്രം ഈ പറയുന്ന നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ കൃത്യം കണക്കുകൾ നിരത്തി പറഞ്ഞിട്ടുണ്ട്. മറ്റേത് സർക്കാരും കൊടുത്തതിൽ കൂടുതൽ, അതിലേറെ തുകയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൊടുത്തിട്ടുള്ളത്. ഇവിടെ കിട്ടിയിട്ടില്ല, ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പച്ചക്കള്ളം വിളിച്ച് പറയാം. കാരണം നിർമ്മലാ സീതാരാമൻ കണക്കുകൾ നിരത്തി പാർലമെന്റ് പറഞ്ഞ കാര്യമാണ്. അതിന്റെ വീഡിയോ പൊതുമധ്യത്തിലുണ്ട്. അപ്പോൾ കെ.എൻ. ബാലഗോപാൽ വന്നിട്ട് പറയുക കേന്ദ്രം ഒന്നും തരുന്നില്ല. ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ള സർക്കാരാണ്. മുൻ സർക്കാരുകളുടെ കണക്കെടുത്ത് നോക്കാം. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് കൊടുത്തതിനേക്കാളേറെ എത്രയോ ഇരട്ടിയെങ്കിലും വരും. അത് കൊടുക്കുന്നുണ്ട്, കൃത്യമായി കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളേറെ കേരളത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിർമ്മലാ സീതാരാമൻ കണക്കുകൾ നിരത്തി പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. നിങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു, ഈ കിട്ടിയതിന്റെ കണക്ക് എവിടെ? അതെ, ഈ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സിബ് ഇട്ടു വായില്, പിന്നെ അവിടെ ഒരു അക്ഷരം മിണ്ടില്ല, പിന്നെ കണ്ണും പൂട്ടിയ ആരോപണങ്ങളുടെ ഒരു വയനാട് ഫണ്ട് ഇത്രയേറെ പണം കയ്യിലിരിക്കുന്നു.
എത്ര കുടുംബങ്ങൾക്ക് അവിടെ അപകടം പറ്റിയത്? അതിൻ്റെ ഇരട്ടിയോളം ഒരു കുടുംബത്തിന് 1 കോടി വെച്ച് കൊടുക്കാവുന്നതിൻ്റെ അത്രയും ഫണ്ട് വന്നില്ലേ? സംസ്ഥാന സർക്കാർ ഒരു വക ചെയ്തില്ലല്ലോ. അവർക്ക് വാടക കൊടുക്കാനുള്ള പൈസയെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുകയല്ലേ, എന്നിട്ട് പോലും അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ആത്മാർത്ഥതയില്ലായ്മയുടെ പ്രശ്നമാണ്. ആത്മാർത്ഥതയില്ല, പണം ഉണ്ടെങ്കിൽ ചെയ്യില്ല. അവർ നരകയാതന അനുഭവിക്കട്ടെ എന്നുള്ള പിണറായി വിജയൻ്റെയും KN ബാലഗോപാലിൻ്റെയും ഒക്കെ ധാർഷ്ട്യമാണ് ഈ പറയുന്ന തുക അനുവദിക്കാത്ത. അവർക്ക് വീടൊക്കെ വെച്ചു കൊടുത്ത് എന്നെ കഴിഞ്ഞു പോകേണ്ടതല്ലേ? യുദ്ധകാല ജീവിക്കാനുള്ള കാര്യം പോലും ചെയ്തു കൊടുക്കാനുള്ള വാടക പോലും കൊടുക്കാത്തവരുണ്ട്. എത്രയോ പേരാണല്ലേ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കൈ അയച്ച് ഇത് ചെയ്തിട്ടുണ്ട്. വന്നില്ലേ? 900 കോടിയോ ഫണ്ട് വന്നത്? ആ കോടികൾ വന്നത് ഒന്നും അവർ ചെയ്യുന്നില്ല. എത്ര സിംപിളി, എത്രയോ നാളുകൾക്ക് മുമ്പ് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു വക ഈ സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ വ്യക്തമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള പദ്ധതി എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല? അതെവിടെ? എത്ര മാസമായി പറയുന്ന സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ സർവേ നടപടികൾ ആരംഭിച്ച് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയും? ഇതൊക്കെ ദുരന്തമാണ് സംഭവിച്ചത്. ഈ പറയുന്ന ലൈഫ് പദ്ധതിയല്ല ഈ പറയുന്നത്. ദുരന്തം സംഭവിച്ചെടുത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അത് നിർമ്മിച്ചു കൊടുക്കുകയും അവർക്ക് പുനരധിവസിപ്പിക്കുക, അവരെ ജീവിക്കാനുള്ള മാർഗവും കൂടെ കൊടുക്കണം. വെറുതെ വീട് വെച്ച് കൊടുത്താൽ പോരാ. അവർക്ക് അതിനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അതെടുക്കാതെ അത് ചിലവഴിക്കുക. അതിൻ്റെ പേരിൽ പിരിച്ച പണമെന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ പേരിൽ മാത്രം പിരിച്ച പണം ഈ പറയുന്ന മറ്റ് സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, ഈ പറയുന്ന മറ്റ് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, സേവാഭാരത്, ഇവരൊക്കെ വെച്ചു കൊടുക്കാന്ന് പറയുന്ന BJP അടക്കമുള്ള, ഇല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ വെച്ചു കൊടുക്കാന്ന് പറയുന്ന വീടുകളുടെ കണക്കല്ല. അതെല്ലാം പോയത് സർക്കാരിൻ്റെ കയ്യിലുള്ള ഫണ്ടുണ്ട്, പണമുണ്ട്, പണം വന്നിട്ടുണ്ട്. ആ പണം എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല? ആ പണം ഉപയോഗിച്ചവർക്ക് എന്തുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നില്ല? അതാണ് ചോദ്യം. അവരിത് എന്തിനാണ് പൂപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്? അത് തന്നെയാണ് ഇവരുടെ ഇത്. അല്ല, ദുരന്തം വരുമ്പോ കേരളത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ദുരന്തം വരുമ്പോ ഒരുമിച്ച് നിൽക്കും, അതിലേക്ക് കൈയും മനസ്സും അയച്ച് സഹായങ്ങൾ എത്തിക്കും. പക്ഷെ ഈ സഹായങ്ങൾ ഒരിക്കലും ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കില്ല. അപ്പോഴും ഏതെങ്കിലും ഒരു നൂലാമാല കണ്ടുപിടിച്ച് കേന്ദ്രത്തിന്റെ പെടലിക്ക് വെക്കും. ഇതല്ലേ സംഭവിക്കുന്നത്? പല്ലവി അതാണ്. അതെ, ഇവിടെ ചെയ്യാനുള്ള ബാധ്യത ഞങ്ങളാണ് പ്രവർത്തിക്കേണ്ടവർ. കേന്ദ്രം വന്നിട്ടില്ല, കേന്ദ്രം ആരും പട്ടാളത്തെ വിട്ട് പ്രവർത്തിപ്പിക്കൂ. ഇവർ ചെയ്യേണ്ട ആൾക്കാർ, ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പും സംസ്ഥാന സർക്കാരും അല്ലേ. ഇപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് അനങ്ങാത്തത്? ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങും. എന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ചെയ്യും. ഇനിയിപ്പോ പെൻഷൻ കൊടുത്തു തുടങ്ങിയില്ലേ? ഇനിയിപ്പോ കിറ്റ് വരും. ഇനിയിപ്പോ ഓണം വരെയല്ലേ, കിറ്റ് വരും. കിറ്റിനേക്ക് വേണ്ടിയിട്ട് കിറ്റിൽ പകുതി സാധനം ഉണ്ടാവില്ല കേട്ടോ. പകുതി പിന്നീടുള്ളത് കൊടുക്കുന്നതാണെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും. ഇതായിരിക്കും സാധാരണയായിട്ട് ശർക്കരയുടെ കഥ നമുക്കറിയാമല്ലോ. ശർക്കരയുടെ പപ്പടത്തിന്റെ കഥ നമുക്കറിയാമല്ലോ. അല്ല, എന്നാലും പ്രബുദ്ധരായ മലയാളികൾ ഇത് വാങ്ങിച്ച് വോട്ടുകുത്തി കൊടുക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഇനിയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുന്ന മണ്ടത്തര APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യമുണ്ട്. ഒരു അബദ്ധം ഒരു തവണയെ ഒരാൾക്ക് പറ്റുള്ളൂ, പിന്നെ അത് പറ്റുന്നെങ്കിൽ അവൻ മണ്ടനാണ് എന്നുള്ളതാണ്. ഇപ്പൊ 2 തവണ മണ്ടനായ മലയാളിയാണ്, ഇനി 3ാമത്തെ മണ്ടനാവുമോ എന്നുള്ളത് നോക്കി തന്നെ മനസ്സിലാക്കണം നമ്മള്. എന്തായാലും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ 5 മാസങ്ങൾ കടക്കാനായിട്ട് എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ നിലയ്ക്കാണെങ്കിൽ 12,529 കോടി തികയാതെ വരും. ഓണം വരുന്ന സെപ്റ്റംബർ മാസത്തെ ചെലവുകൾക്ക് വേണ്ടി തന്നെ 15,000 കോടി ഏതാണ്ട് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് വരുമാന മാർഗങ്ങളും കടമെടുപ്പും ഒക്കെ കൂട്ടിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും വലിച്ച് ഒരു ഓരത്തെത്തിക്കാനായിട്ട് ഇതുകൊണ്ട് കഴിയില്ല. അപ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ടും ചെയ്യും. ഇനി വരുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബറിൽ പെരുമാറ്റച്ചട്ടം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വരുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളിലും ഒരു ലിമിറ്റ് വരും. അപ്പൊ അതുകൂടി എന്താ പറയാ, ചെലവ് കുറയുന്നതിനൊരു കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല ചെലവുകളും ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് മാറ്റിവെക്കുക. ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലകാഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞാൽ അട്ടയ്ക്ക് കണ്ണണ്ടെന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ പ്ലാൻ B ആണ് പിണറായിയുടെയും KN ബാലഗോപാലിന്റെയൊക്കെ തലയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലെ മൊത്തം ആഭ്യന്തരോത്പാദനത്തിന് 3% ഒരു വർഷം കടമെടുക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് 39,876 കോടിയാണ് കേരളത്തിന്റെ വായ്പാ പരിധിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. ഇതിന് പുറമെ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനമായിട്ട് 0.5% കൂടിയൊക്കെ വേണമെങ്കിൽ തരും.
നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം മറികടന്നുകൊണ്ട് 6 ലക്ഷം കോടിയിലേക്ക് അങ്ങ് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തവണ കൂടി ഇവർ വരികയാണെങ്കിൽ അതുകൊണ്ട് പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും ബാധ്യതയാണ് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയത് പോലും. കിഫ്ബിയിൽ നിന്ന് വരുമാനമുണ്ടോ? അതുമില്ല. ഈ പറയുന്ന നിർമ്മാണ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ അറിയാലോ, സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട്, ഒരുപാട് ഈ പറയുന്ന ഓഡിറ്റോറിയങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ. കൊല്ലത്തെ പാലത്തിന്റെ കഥ അറിയാമല്ലോ. കൊല്ലത്തൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കായലിന് നടുക്കൂടെ ഉള്ളതാ. രണ്ട് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന പാലങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇത്രയേറെ അബദ്ധജടിലമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാർ വേറെ ഉണ്ടെന്ന് അത് പൂർത്തീകരിച്ച് മറ്റൊരു രീതിക്ക് തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പോട്ടെ, സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടിലേക്കാണെങ്കിൽ പോകുന്നെങ്കിൽ പോലും അങ്ങോട്ട് കൊണ്ടുചെന്ന് അറിയുകൂടെ അവിടെ ചെന്ന ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഈ പറയുന്ന ഈ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് സർക്കാരിന് ഇത്രയേറെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഒരു വികസന പ്രവർത്തനത്തിന് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഈ പറയുന്ന സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നില്ല. ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ സർക്കാർ. വമ്പം പരാജയമല്ലേ, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇനി അധികാരത്തിലേക്ക് വരുമെന്ന്. പക്ഷേ കോൺഗ്രസ് കോപ്പ് കൂട്ടുന്ന അനുസരിച്ച്, കോൺഗ്രസിന്റെ ഒരു തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുസരിച്ച് അതിനുള്ള സാധ്യത ഇവർ ഒരുക്കി കൊടുക്കുന്നത് പോലെയാണ്. വീണ്ടും പറയുന്നത് അവർക്ക് ആ ഒരു ആത്മവിശ്വാസം വല്ലാതെയുണ്ട്. പലരായിട്ട് സംസാരിക്കുമ്പോഴും ഞങ്ങൾ ഇനിയും വരും, കാരണം കോൺഗ്രസിന് ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് ഇരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മാറും, ഇനിയുള്ള ഘട്ടത്തിൽ മാറും. കോൺഗ്രസിന് നമുക്ക് എന്തൊക്കെ കുറ്റം പറയാം. ഈ തമ്മിലടിയൊക്കെ കണ്ടല്ലോ നമ്മള്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ, കോൺഗ്രസ് ഈ പറയുന്ന ചുള്ളിക്കമ്പ് കെട്ടിവെച്ചതുപോലെ, ചുള്ളിക്കമ്പ് ചേർത്ത് കെട്ടി വെക്കുമ്പോൾ അറിയാമല്ലോ, ഒരു 100 ചുള്ളിക്കമ്പ് എടുത്ത്, ചുള്ളിയായിരിക്കും നമ്മൾ എടുത്ത് ഒടിച്ചാൽ ഒന്ന് ഒടിച്ചു കഴിഞ്ഞാൽ ചെത്തക്കമ്പാണെന്ന് തോന്നും. ഇത് എടുത്ത് ചുറ്റി കെട്ടി വെച്ചതുപോലെ കോൺഗ്രസ് ഒന്നിച്ചങ്ങ് നിൽക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് വരെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ട് ചുള്ളിക്കമ്പായിരിക്കും. അത് ഒടിക്കാൻ പറ്റില്ല. കോടാലിക്ക് വെട്ടിയാലും, കണ്ണൂരത്തെ കോടാലി കൊണ്ടുവന്ന് വെട്ടിയാലും അതൊന്നും അനങ്ങാൻ പോകുന്നില്ല. അവിടെ അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിന്റെ വിജയമായിരിക്കും CPM ഏൽക്കാൻ പോകുന്ന, അല്ലെങ്കിൽ LDF ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ അടി. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലടിക്കും, ഈ കെട്ടുപൊട്ടി അവർ തമ്മിലടിക്കും. അതില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അതാ. അപ്പൊ കോൺഗ്രസ് ശക്തി ആർജിക്കാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റക്കെട്ടായിട്ട് വരുന്ന കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ പോലും CPM കഴിയില്ല. കാരണം CPM ഈ പറയുന്ന മുള്ളുമുരിക്ക് മുഖംപാമ്പൊക്കെ നടക്കുന്ന ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് CPM അകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. അതിൽ ഈ പറയുന്ന ഞാഞ്ഞൂളുകളുണ്ട്. ഈ പറയുന്ന ചില സംഘടനകളുടെയൊക്കെ തലപ്പത്ത് നിന്നൊക്കെ ഇറങ്ങിപ്പോയി ബിലാൽ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഓടിക്കുന്ന ചില ഞാഞ്ഞൂളുകൾ ഇപ്പൊ വിഷം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലായി. ഇവനൊക്കെ വിഷമാണ്. ഇവനെയൊക്കെ വളർത്തി വിട്ടാൽ നാളെ സമൂഹത്തിന് ദോഷം ചെയ്യും, വലിയ കൊടും വിഷമായിട്ട് മാറുമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഇത് പരാജയപ്പെടണമെന്ന് CPM LDF അകത്തുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തിനി അധികാരത്തിൽ വരാൻ പോകുന്ന കോൺഗ്രസ് ആണ്. ഈ കടക്കണിയൊക്കെ ഒരുക്കി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പരിപാടിയാണ്. അതിലെങ്കിലും പിടിച്ച് അതിന്റെ പൈസയെങ്കിലും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കുക. പക്ഷേ ഇത് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അധികാരത്തിൽ വരും, UDF അധികാരത്തിൽ വരും. CPM ഈ പറയുന്ന എല്ലാ പരിപാടികളും ഇവിടെ അസ്തമിക്കുകയും ചെയ്യും.